ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, ദാരിദ്ര്യവും രോഗങ്ങളും കൂടെ പോരുന്ന മാസം എന്നാണ് പണ്ടുള്ളവർ ഇതിനെ പറയുക. ശരീരം ഇളതായിരിക്കുന്ന രോഗസാധ്യതകൾ ഏറെയുള്ള മാസമാണിത്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറയുന്നതുകൊണ്ടും മഴമാസമായതുകൊണ്ടും ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള മാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മാസം കൂടിയാണ്. പണ്ടത്തെ തലമുറ കർക്കിടക മാസ രോഗങ്ങളെ തടുത്തു നിർത്തിയിരുന്നത് പ്രത്യേക ഔഷധ പ്രയോഗങ്ങളിലൂടെയായിരുന്നു. ചില പ്രത്യേക മരുന്നുകഞ്ഞികൾ, മരുന്ന് പ്രയോഗങ്ങൾ, മരുന്നുണ്ട, തേച്ചുകുളി എന്നിവയൊക്കെ ഇതിൽപ്പെടും. കർക്കിടക മാസത്തിൽ ഉലുവ കൊണ്ട് നമ്മൾ ധാരാളം ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഉലുവ കയ്പ് നിറഞ്ഞതായതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരും കുട്ടികളും അത് ഒഴിവാക്കിയാണ് പതിവ്. എന്നാൽ ഉലുവ കൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾ പോലും ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഉലുവ ബാൾസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടാലോ. ആദ്യം തന്നെ ഉലുവ നന്നായി കഴുകി വാരിയ ശേഷം ഒരു പാനിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതൊരു പൊട്ടുന്ന പരുവമായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഉലുവ നന്നായി പൊടിച്ചെടുത്ത ശേഷം ഒരു പാനിലേക്ക് ഞാൻ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് ഉലുവയും നെയ്യും കൂടി ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അല്പം കൂടി നെയ്യ് ചേർത്ത ശേഷം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് രണ്ടും കൂടി നെയ്യിൽ നന്നായിട്ട് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര വെള്ളം ഒഴിച്ചുരുക്കി ഒരു നൂൽ പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ഇത് വലിച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാൻഡിഡ് ജിഞ്ചറാണ്. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ കടന്ന് വലിഞ്ഞ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിങ്ങനെ ഇരുന്ന് നന്നായി ചൂടാറിയ ശേഷം നമുക്ക് മുറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ കഴിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അതല്ല, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ചോക്ലേറ്റിൽ കൂടി ഡിപ്പ് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ കുറച്ച് മാത്രം ചോക്ലേറ്റിൽ മുകൾ ഭാഗം മാത്രം ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.